1964 പുറത്തിറങ്ങിയ ഹക്കീക്കത്ത് എന്ന ഹിന്ദി ചിത്രം ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വാർ ഫിലിമാണ്. ശ്രീ ചേതൻ ആനന്ദ് സംവിധാനം ചെയ്ത ഈ ചിത്രം 1964 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടുകയുണ്ടായി. ലഡാക്കിലെയും ശ്രീനഗറിലെയും യഥാർത്ഥ യുദ്ധമുഖത്തിൽ വെച്ച് തന്നെയായിരുന്നു ഹക്കീക്കത്തിൻ്റെ ചിത്രീകരണം നടന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന ഈ ചലച്ചിത്രത്തിൽ ബൽരാജ് സാഹിനി, ധർമ്മേന്ദ്ര എന്നിവരോടൊപ്പം സംവിധായകനായ ചേതൻ ആനന്ദും ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇതിൻ്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തത് ശ്രീ മദൻ മോഹനും കൈഫി ആസ്മിയുമായിരുന്നു. ഇതുപോലെ ദീപാവലി ആഘോഷിക്കുന്ന വേളകളിൽ പലപ്പോഴും നമ്മുടെ ജവാന്മാർക്ക്, നമ്മുടെ അതിർത്തിയിലുള്ള സുരക്ഷാ ഭടന്മാർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ സാധിക്കാറില്ല. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ദീപാവലിയുടെ ദുഃഖം മുഴുവൻ ആവാഹിച്ചെടുത്ത ഒരു ഗാനമുണ്ട് ഹക്കീക്കത്ത് എന്ന ഈ ചിത്രത്തിൽ. ലതാ മങ്കേഷ്കർക്ക് മാത്രം പകരാൻ കഴിയുന്ന ഭാവതീവ്രത.
1972 പ്രദർശനത്തിനെത്തിയ ചെമ്പരത്തി എന്ന സിനിമ ധീരമായ ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. അന്നത്തെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഒഴിവാക്കി ശ്രീ പി എൻ മേനോൻ, രാഘവൻ, സുധീർ, ശോഭന തുടങ്ങിയവരെ മലയാള സിനിമയ്ക്ക് കാഴ്ചവെച്ചു. ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഈ സിനിമയും ഒരു സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിലെ ഭക്തിഗാനങ്ങളാണ് ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, അമ്പാടി തന്നിലൊരുണ്ണി എന്നീ ഗാനങ്ങൾ. ഇതിനൊക്കെ പുറമെ ചക്രവർത്തിനി എന്ന മനോഹരമായ ഗാനവും ഉണ്ടായിരുന്നു. മാധുര്യമ്മയാണ് അമ്പാടി തന്നിലൊരുണ്ണി എന്ന ഗാനം ആലപിച്ചത്. തമിഴ്നാട്ടുകാരിയായിരുന്ന മാധുര്യമ്മയോട് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു വരാൻ പറഞ്ഞു ദേവരാജൻ മാസ്റ്റർ. അതിനുശേഷമാണ് അവരെ കൊണ്ട് ആദ്യത്തെ ഗാനം ആലപിച്ചത്. ദേവരാജൻ മാസ്റ്ററുടെ മനോഹരങ്ങളായ പല ഗാനങ്ങളും മാധുര്യമ്മയാണ് ആലപിച്ചിട്ടുള്ളത്. 1973 1978 മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് അവർ നേടുകയും ചെയ്തു. അമ്പാടി തന്നിലൊരുണ്ണി എന്ന മനോഹരമായ ഈ ഭക്തിഗാനം നമുക്ക് കേൾക്കാം.